മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്ത 3 അത്ഭുതങ്ങൾ അഥവാ ശക്തികൾ അല്ലെങ്കിൽ അടയാളങ്ങളുണ്ട്. ഇത് 3 ചേർത്ത് വെച്ചോ. യേശുക്രിസ്തു ചെയ്ത ശക്തി, അടയാളം, അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ, 3 സംഭവങ്ങൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ഭൂതഗ്രസ്തന് യേശുക്രിസ്തു നൽകുന്ന വിടുതലാണ്. 2, രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീക്ക് കർത്താവായ യേശുക്രിസ്തു നൽകിയ സൗഖ്യമാണ്. 3, യായിറോസ് എന്നു പേരുള്ള പള്ളി പ്രമാണിയുടെ മകളെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ 3 ശക്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഈ 3 സംഭവങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3 സംഭവങ്ങൾക്ക് പിമ്പിലും വ്യാപരിച്ചത് ദൈവശക്തിയാണ്. ദൈവശക്തിയുടെ വ്യാപാരത്താലാണ് ഈ 3 അത്ഭുതങ്ങളും നടന്നത്. യേശുക്രിസ്തു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് യേശുക്രിസ്തു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത്? ഭൂതങ്ങളുടെ മേൽ തനിക്കുള്ള അധികാരം, തനിക്കുള്ള ശക്തി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളുടെ മേലുള്ള അധികാരത്തെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 2, ശാരീരിക രോഗങ്ങളുടെ മേൽ യേശുവിനുള്ള ശക്തിയുടെ വെളിപ്പാടാണ്, ശക്തിയുടെ പ്രദർശനമാണ് രക്തസ്രവക്കാരിക്ക് കർത്താവായ യേശു നൽകുന്ന സൗഖ്യം. 3, മരിച്ചവരുടെ മേൽ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് സാധിക്കും എന്നുള്ള ശക്തിയുടെ പ്രകടനമാണ് ആ ബാലികയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ വെളിപ്പെടുന്നത്. നോക്കണം, പൈശാചിക അഥവാ ദുഷ്ടാത്മ ശക്തികളുടെ മേൽ യേശുവിനുള്ള ശക്തി. 2, രോഗത്തിന്റെ മേൽ യേശുവിനുള്ള ശക്തി. 3, മരണത്തിന്റെ മേൽ യേശുക്രിസ്തുവിനുള്ള ശക്തി. ശക്തിയുടെ വെളിപ്പാടാണ്, ശക്തിയുടെ പ്രദർശനമാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം തന്നെ.